പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. വെൽക്കംസ് ടു എവറിത്തിങ് ഹാപ്പിനെസ് ചാനൽ. ഇപ്പോൾ ഇൻ്റർനാഷണൽ മീഡിയകളിലും ലോക്കൽ മീഡിയകളിലും ചാനലുകളിലും നിറഞ്ഞു നിൽക്കുന്ന ഇറാൻ അമേരിക്ക അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് വാറിനെ പറ്റി നമ്മൾ ഇതിനു മുമ്പേ ഒന്നിൽ കൂടുതൽ വീഡിയോകൾ ചെയ്തു. ഇൻ്റർനാഷണൽ മീഡിയകളും മറ്റു പത്രങ്ങളുമെല്ലാം വാർ എമിനൻ്റായി വാർ ഉടനടി നടക്കും എന്നും പറഞ്ഞ് വ്യോമപാതകൾ അടയ്ക്കുകയും ആളുകളെ കുടിയൊഴിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ തൽക്കാലം അമേരിക്ക എമിനൻ്റ് വാർ, പെട്ടെന്നുണ്ടാകുന്ന മിഡിൽ ഈസ്റ്റ് യുദ്ധം, അതായത് പേർഷ്യൻ വാർ എന്ന് വേണേൽ നമ്മൾക്ക് പറയാം, ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചാനലുകളും മീഡിയകളും നമ്മൾ അവലോകനം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിന് ഒരു വസ്തുതയുണ്ട്. അമേരിക്ക തൽക്കാലം യുദ്ധത്തിൽ നിന്ന് ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ്. ഇറാനിലെ റെജീം മാറ്റണം എന്നുള്ള വസ്തുത അവർ ഉറപ്പിച്ചിരിക്കുന്നതാണ്. പക്ഷേ റെജീമുമായിട്ട് ഒരു സംസാരവും ഒരു ഉടമ്പടിയും ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്ക ശ്രമിക്കുന്നു. അതിന് കാരണം ഇറാൻ എന്ന് പറയുന്ന രാജ്യം വെനിസുലയല്ല. വെനിസുലയ്ക്ക് ന്യൂക്ലിയർ ആയുധങ്ങളൊന്നുമില്ല. വെനിസുലൻ പട്ടാളത്തിൽ നുഴഞ്ഞു കയറി CIA, സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസി, അമേരിക്കയുടെ നുഴഞ്ഞു കയറി എല്ലാം അവർ കൈയടക്കിയതിന് ശേഷമാണ് മറഡോയെ തട്ടിക്കൊണ്ടുപോയി ജയിലിലാക്കിയത്. പക്ഷേ ഇറാനിൽ ആ കളി നടക്കുമെന്ന് തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഈ മീഡിയ പ്രചരിപ്പിക്കുന്നത് പോലെ മുഴുവൻ ആളുകളും റെജീമിന് എതിരായിട്ടൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം അമേരിക്കയ്ക്ക് തന്നെ സംശയമുണ്ട് ഇറാൻ്റെ കയ്യിൽ ന്യൂക്ലിയർ ബോംബുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇൻ കേസ് ന്യൂക്ലിയർ ബോംബുണ്ടെങ്കിൽ അത് ആദ്യം കൊണ്ടുവിടുന്നത് ഇസ്രയേലിൻ്റെ തലയ്ക്ക് മുകളിലായിരിക്കും. അതിനാൽ നെതന്യാഹു, ഇസ്രയേൽ പറഞ്ഞു അമേരിക്കയോട് ഒന്ന് വെയിറ്റ് ചെയ്യേ, മൊത്തത്തിൽ മിഡിൽ ഈസ്റ്റ് വാർ ഇപ്പോൾ വേണ്ട, അല്ലാതെ നുഴഞ്ഞു കയറിയും ചാരപ്രവർത്തനവും ഒക്കെ നടത്തി സംഗതികൾ അനുയോജ്യമാകുമ്പോൾ മാത്രം റെജീം അല്ലെങ്കിൽ ഭരണകൂടത്തെ ചേഞ്ച് ചെയ്യാം. ഭരണകൂടം ചേഞ്ച് ചെയ്യപ്പെടാനാണ് അവിടുത്തെ ഒരു ഭാഗം ആൾക്കാർ ആഗ്രഹിക്കുന്നത്. ധാരാളം മോസ്കുകൾ ഇപ്പോൾ നശിപ്പിക്കപ്പെട്ടു. ഷിയ ക്ലർജിയുടെ, അതായത് ഈ പുരോഹിത വർഗത്തിൻ്റെ ജനങ്ങളിന്മേലുള്ള പിടിപാട് വളരെ അയഞ്ഞുപോയി. അതോടൊപ്പം ഈ സംഭവവികാസങ്ങളെ റഷ്യയും ചൈനയും വിട്ടുവീക്ഷിക്കുന്നു. റഷ്യയും ചൈനയും അവരവരുടെ താല്പര്യങ്ങൾ, അവനവനിസം നോക്കുന്നുണ്ട്. എങ്കിലും ഇസ്ലാമിക തീവ്രവാദം അവർക്ക് നന്നായിട്ടറിയാം. ഇസ്ലാമിക തീവ്രവാദങ്ങളെ റഷ്യയും അടിച്ചമർത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും തീവ്രവാദം പൊങ്ങാൻ ചൈന സമ്മതിക്കുകയില്ല. അതിനാൽ അവർക്ക് ഒരു മൗനാനുവാദമുണ്ട്. ഒരു റഷ്യയും ഒരു ചൈനയും അമേരിക്കയും ഇസ്രയേലും കൂടി ഇറാനിലടിച്ച് തകർത്ത് റെജീം ഭരണകൂടം മാറ്റിയാലൊന്നും ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നടക്കുകയില്ല, അവർ ചെയ്യുകയില്ല. കാരണം അവരവർക്ക് അവരവരുടെ താല്പര്യമാണ് വലുത്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ഇപ്പോൾ യുദ്ധ പിരിമുറുക്കത്തിന് ചെറിയൊരു അയവ് വന്നിട്ടുണ്ട്. യുദ്ധം ആർക്കും നല്ലതല്ല, സമാധാനമാണ് വേണ്ടത്. യുദ്ധം ഒഴിവാക്കി ഇന്നസെൻ്റായിട്ടുള്ള പട്ടാളക്കാരുടെയും ജനങ്ങളുടെയും കുരുതി ഒഴിവാക്കുന്നതാണ് ഏവർക്കും നല്ലത്. അതിനുള്ള വിവേകം ഈ നേതാക്കന്മാർക്കൊക്കെ ഉണ്ടാകട്ടെ. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഫ്രീഡം വേണമെന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഇസങ്ങളും മതവും ജാതവും വർഗീയതയും ഒക്കെ പറഞ്ഞ് കലുഷിതമാക്കി സ്വയം സേവനം നടത്തുന്ന ക്ലർജികളും നേതാക്കളും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതിനാൽ യുദ്ധത്തിൽ നിന്ന് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിനെ ഒരു അയവ് വന്നിരിക്കുകയാണ്.
എങ്ങനെയെങ്കിലും ഈ പേർഷ്യൻ വാർ അല്ലെങ്കിൽ ലോകമഹായുദ്ധം തന്നെ ഒഴിവാക്കണമെന്ന് പല പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. എസ്പെഷ്യലി സൗദി അറേബ്യ, ഖത്തർ, UAE ഒക്കെ ആഗ്രഹിക്കുന്നു. ഇത് ലോകത്തിലെ വ്യാപാരത്തെയും ലോക വ്യാപാരത്തെയും മറ്റുള്ള എല്ലാവിധ വികസന പ്രവർത്തനങ്ങളെയും എല്ലാ രീതിയിലും ഇത് ബാധിക്കും. അമേരിക്ക സീക്രട്ടായിട്ട് ഇപ്പോൾ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഇറാൻ അവരുടെ അവസാന ആയുധങ്ങളും എടുത്ത് പ്രയോഗിക്കുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. അപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കപ്പെടും. അതോടൊപ്പം ഇസ്രയേലും UAEയിലും എവിടെ വേണമെങ്കിലും ആക്രമണം നടത്താം. കാരണം അവസാന പോരാട്ടമാണ്. ഷിയ ക്ലർജിക്ക് ഖൊമൈനി രാജവംശത്തിന് അല്ലെങ്കിൽ ഖൊമൈനി ഭരണകൂടത്തിന് പിടിച്ചു നിൽക്കാനുള്ള അവസാനത്തെ ആയുധമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എങ്ങനെയെങ്കിലും നിലനിന്നേ പറ്റൂ. അതിനാൽ ഇപ്പോഴത്തെ ഭരണകൂടം അമേരിക്കൻ ക്രിറ്റിസൈസൊക്കെ കുറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം അവർ എങ്ങനെയെങ്കിലും നെഗോസിയേഷനിലൂടെ ഉടമ്പടിയിലൂടെ പിടിച്ചു നിർത്താൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.